വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ എന്താണ് സാർ പ്രശ്നകാരായിട്ട് പ്രശ്നം? ഓ അതൊന്നും പറയണ്ട ഏട്ടാ, അത് വലിയ പുലിവാലായി പോയില്ലേ. അല്ല, തെറ്റവന്മാരുടെ ഭാഗത്ത് തന്നെയാ. ബസ് ഇതിങ്ങനെ വരണം, അതിൻ്റെ പുറകിലൊരു കാറും, അതിൻ്റെ പുറകിൽ ഒരു 2 വീലറിലും ഞാനും ഉണ്ടായിരുന്നു. ബസ് ഒരിക്കലും ആ ഗ്യാപ്പിലൂടെ പോവില്ല. പക്ഷേ അവരാ ബസ് ഒറ്റയെടുക്കലെടുത്തു. കാറുകാരൻ അവിടെ ചവിട്ടി. ബസ് സ്ട്രെയിറ്റ് ഇങ്ങനെയെങ്കിലും വന്നിട്ടേ ലെഫ്റ്റ് വെട്ടിച്ച് സ്ട്രെയിറ്റ് ഒറ്റ പോക്കാം. ആ ലെഫ്റ്റ് വെട്ടിച്ചപ്പോൾ എനിക്കിട്ടൊരു തട്ടും തന്നു. ഞാനും വണ്ടിയും തേടുന്നു താഴെ. എന്നിട്ട് ബസ് നിർത്തിയില്ലേ? എവിടെന്ന്? അവന്മാരെ ബസ് എടുത്ത് അവരുടെ വഴിക്ക് പോയി. പിന്നെ കാറുകാരൻ മിററിലൂടെ ഈ സംഭവം കണ്ടിരുന്നു. അയാൾ കാറ് സൈഡിലൊതുക്കി ഇറങ്ങി വന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വണ്ടി എടുത്ത് റോഡിലേക്ക് നിവർത്തി വെച്ച് തന്നു. നല്ലൊരു മനുഷ്യൻ. അല്ല, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ആ, ദൈവം സഹായിച്ച് എനിക്കൊന്നും പറ്റിയില്ല. വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയി. സംഗതി അവിടെ കൊണ്ട് തീരുമോ? ഞാൻ അവന്മാർ റിട്ടേൺ ട്രിപ്പ് വരുന്നവരെ കാത്തു നിന്നു. ബസ് വന്നപ്പോൾ 2 വീലർ ഞാൻ റോഡിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒറ്റ ചോദ്യ ഡ്രൈവറോട്, നീ അങ്ങോട്ട് പോയപ്പോൾ എന്ത് മര്യാദയുടെ കാണിച്ചെന്ന്. ആ, അത് കലക്കി. എന്നിട്ട് കലക്കിന്നോ? നിനക്കത് പറയാം. പിന്നെ ദേ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരും കൂടി എൻ്റെ നേരെ തിരിഞ്ഞില്ലേ? എന്തിന്? ഞാൻ റോഡിൽ ബസ് തടഞ്ഞു, ട്രിപ്പ് മുടക്കി, യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വണ്ടി എടുത്ത് മാറ്റി എന്നെ സൈഡാക്കി ബസ് എടുത്തുകൊണ്ട് അവർ പോയി. ഉദ്ധതനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ടുതന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. പ്രഭാഷകൻ 8-ാം അധ്യായം 11-ാം വാക്യം. വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ ബസ്സുകാരുടെ ഭീഷണിയാ. നിന്നെ ഇനി വണ്ടി കൊണ്ട് റോട്ടിൽ കണ്ടാല് മനഃപൂർവ്വം ബസ് എടുപ്പിക്കുന്നു. എങ്ങനെ? പോരാത്തതിന് എൻ്റെ 2 വീലർ കൊണ്ടേ ബസ്സിന്റെ പെയിന്റ് ഇത്തിരി പോയിണ്ടായിരുന്നു. അതിന് 1000 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പുലിവാല് പിടിച്ചു വന്നു. അപ്പൊ ഇനി നീ സൂക്ഷിക്കണോട്ടാ. എന്തിന്? അതൊക്കെ സോൾവ് ചെയ്തു. നമ്മുടെ ജോർജ് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഞാനിതുപോലെ ആരോ ചോദിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞു. അത് കേട്ട് ജോർജ് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുക, ഇന്ന് തന്നെ ഈ പ്രശ്നം തീർത്തു തരാമെന്ന്. എനിക്കാദ്യം വിശ്വാസം വന്നില്ല. എപ്പോഴും റോട്ടിൽ തർക്കവും ബഹളമായിട്ട് നടക്കുന്നവരാ ഈ ബിറ്റി ട്രാവൽസ് ബസ്സുകാരെ. അവരുമായിട്ടൊക്കെ ഈ ജോർജ് എങ്ങനെ കോംപ്രമൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവൻ ജോർജ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ എല്ലാം സോൾവ് ചെയ്തു. അതിന് ഞാൻ അവനെ സമ്മതിച്ചിരിക്കുന്നു. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. എന്നാ പിന്നെ നിങ്ങൾ ഞാൻ ഇറങ്ങട്ടെ. ആ എടാ, എൻ്റെ ചായയുടെ കച്ചൊന്ന് കൊടുത്ത. മോനെ 2 ചായ നമുക്ക് തന്നേക്ക്. 2 ചായട. അപ്പൊ ശരിയെന്നാ. ശരി നെൽസ. എന്താടാ? ഒന്നവിടെ നിന്നേ. അല്ലട നെൽസ, ഈ ജോർജ് അവൻ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തെന്നാ നിന്നോട് പറഞ്ഞത്? അതൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല. പക്ഷെ അവരുമായിട്ട് ആ ബിറ്റി ട്രാവൽസുകാരായിട്ടേ ചിരിച്ചു വർത്താനമൊക്കെ പറഞ്ഞേ ചായ കുടിച്ചാ ഞങ്ങൾ പിരിഞ്ഞത്. അന്ന് എനിക്ക് മനസ്സിലായി ഈ ജോർജ് നിസ്സാരക്കാരനല്ലെന്ന്. പക്ഷേ
അവൻ വന്നൊരു കാര്യം ചോദിച്ചിട്ട് എനിക്ക് അവനെ സഹായിക്കാൻ പറ്റിയില്ലെന്നേ. അതെന്താടാ? അവൻ ഒരു 1.5 മണിക്കൂർ മുമ്പേ ഒരു 3000 രൂപ എന്നോട് കടം ചോദിച്ചു. ഓ, അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എങ്കിൽ ശരിയടാ, ഞാൻ ചെല്ലട്ടെ. ആ ആ. ആ. ആ ആന്റണി, ആ നീ വന്നോ? ആ ഇരിക്കടാ. എടാ, സത്യം പറഞ്ഞ നീ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ആ, സത്യത്തിൽ ഞാൻ അതിശയിച്ചു പോയി. അതും ആ നെൽസൺ പറഞ്ഞറിഞ്ഞിട്ട്. ഛേ, അതിലൊക്കെ എന്തിരിക്കുന്നതാ? നിനക്ക് കുറച്ച് കാശിന് ആവശ്യം വന്നു, നീ പലരുടെ അടുത്തും അത് ചോദിച്ചു. ദേ, പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടട്ടാ. എടാ, ഇനിയിപ്പോൾ അതോർത്ത് നീ വിഷമിക്കണ്ട. എടാ, അത് നീ അത് വിട്, അത് പോട്ടെ. പക്ഷേ നിന്റെ ഈ ആവശ്യം ഞാൻ നെൽസണിൽ നിന്ന് അറിയുമ്പോൾ ഒരു കൂട്ടുകാരനായ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂടാ? ഇല്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായം അത് ഞാൻ ചെയ്യണ്ടേ? അത് അല്ല, നീ പറയ്, ഞാൻ ചെയ്യണ്ടേ? അതിപ്പോ നീ അതും ഇതൊന്നും പറയണ്ട, ഞാൻ ചെയ്യണ്ടേ ഇല്ലേ? അത് ശരിയാ, അത് ചെയ്യണം. ദേ, അതാണ് ഞാൻ ചെയ്തത്. എടാ, പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്ന് പോവും. പക്ഷേ മനുഷ്യന് വേണ്ടതേ സന്തോഷവും സമാധാനവും ഒക്കെയാണ്. എന്തു പറ്റിയടാ? ഏയ്, അത് പോട്ടെ, നീ ആ കാശെണ്ണി നോക്ക്. 3000 ഇല്ലെന്ന്. ഏയ്, അതൊന്നും എണ്ണി നോക്കണ്ട. നീ കാര്യം പറയ്. എന്താടാ, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എടാ, പ്രോബ്ലങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാ? എനിക്കും അതുപോലൊരു ചെറിയ പ്രോബ്ലം. എന്താടാ, എന്നോട് പറയാൻ പറ്റാത്തുള്ള കാര്യമാണോ? ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 15-ാം വാക്യം. ഛേ, നിന്നോട് പറയാൻ പറ്റാത്ത വിധം എന്ത് പ്രോബ്ലമാണ് എനിക്ക്? വേറൊന്നും അല്ലടാ, വീട്ടിൽ ചെറിയൊരു കശപിശ, വഴക്കേ. ആരുമായിട്ട്? എൻ്റെ ഭാര്യയുമായിട്ട്. എന്തു പറ്റി? ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി. എവിടെ വെച്ച്? വീട്ടിൽ വെച്ച്. വീട്ടിൽ വെച്ച് വഴക്കിട്ടിട്ട് വീട്ടിലേക്ക് പോയെന്നാ? എടാ, എൻ്റെ വീട്ടിൽ വെച്ച് വഴക്കിട്ടിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിന്ന്. ആ, അങ്ങനെ. ആ, കഴിഞ്ഞ ദിവസം ആ, വെറുതെ ഒരു തർക്കം മൂത്ത് ഞാനൊരു തള്ളു കൊടുത്തു. പതിയെ അവളൊന്ന് വീണു, അതും പതിയെ. അതങ്ങ് പറഞ്ഞ് വഷളായി. ഞാനില്ലാത്ത സമയത്ത് അവളുടെ അപ്പം വന്ന് അവളെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിലുള്ള സമയത്താണെങ്കിലല്ല, നടക്കില്ല. ഒരു സ്റ്റെപ്പ് അപ്പനും മോളും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വെക്കില്ല. ഏയ്, അങ്ങനെ പറയില്ലേ. ഒന്നുമില്ലേലും അമ്മായപ്പനും ഭാര്യയല്ലേ, ഇതങ്ങടെ കുറച്ച് സോൾവ് ചെയ്താ പോരെ? ഏയ്, അതൊന്നും ശരിയാകില്ലെന്ന്. ശരിയാവൂലെന്നാ? ആ, എന്നെ എൻ്റെ ആവശ്യ സമയത്ത് സഹായിച്ച നിനക്ക് ഒരു പ്രശ്നം വരുമ്പോ ഞാൻ കൈയും കിട്ടി നോക്കിക്കുന്നത് ശരിയാണോ? എടാ, അതെ, ഈ നീ അതൊന്നും പറയാൻ നിൽക്കല്ലേ. ഇത് ശരിയാണോ അല്ലയോ? എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ഇങ്ങനെ വന്നേ. ഞാനേ നിന്റെ ഭാര്യ വീട്ടിൽ പോയിട്ട് പറഞ്ഞ് കാര്യങ്ങൾ സോൾവ് ചെയ്യാന്നേ. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. നീ എഴുന്നേറ്റേ, വാ, വന്നേ, എഴുന്നേക്ക്, എന്നിട്ട് അങ്ങനെ നടന്നേ. ഓ, എന്നാലും നിന്റെ അപ്പൻ ഇത്രക്ക് പാവമാണെന്ന് ഞാൻ കരുതിയില്ല. എന്ത് ഹ്യൂമർ സെൻസാ. അല്ല, എന്താ നീ ഇങ്ങനെ ചിരിക്കണത്? ഈ കാണുന്ന മുഖമൊന്നും അല്ല, മറ്റൊരു മുഖം കൂടിയുണ്ട് എന്റെ അപ്പന്.
അപ്പനെന്തെങ്കിലും റോങ് ആയിട്ട് തോന്നിയാലേ അപ്പൻ നല്ല ചതയ്ക്കും. ഞാനിന്നാള് കണ്ടതാ. ഞാനും കൂട്ടുകാരികൾ കൂടി നടന്നു വരുമ്പോഴേ കുറച്ച് പയ്യന്മാര് നിന്ന് കമന്റ് പറഞ്ഞു. എന്റെ പൊന്നോ, ഓരോ ഇടിക്കും നിലവിളിയുടെ ശബ്ദം. എന്താണ് ഈ ആലോചിക്കണത്? എല്ലാ ഭാര്യ ഭർത്താക്കളുടെ ഇടയിലും ഈ വഴക്കും പിണക്കും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒരു പഴം പൊളിച്ച് കഴിക്കണ പോലെ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്ത് തരും പോരെ. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും എന്നെ സഹായിച്ച നിന്നെ ഞാൻ മനമറിഞ്ഞ് സഹായിക്കണ്ടേ? സഹായിക്കണം. നീ ധൈര്യമായിട്ടിരിക്കടാ. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. പ്രഭാഷകൻ 11-ാം അധ്യായം 9-ാം വാക്യം. ദൈവമേ, ഇവനാ അങ്ങേരൊന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. അത് പിന്നെ ലിൻഡ അല്ലേ? അതെ. ഇതെന്ത് പറ്റിയാണ്? അത് വീട്ടിൽ വെച്ചൊന്ന് വീണതാ. ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ആന്റണിയുടെ ഫ്രണ്ടാണ്. പേര് ജോർജി. നിങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നോ? ലിൻഡ അതുകൊണ്ട് അപ്പച്ചനോടൊപ്പം വീട്ടിലേക്ക് പോയെന്നോ ഒക്കെ അവൻ പറഞ്ഞായിരുന്നു. വളരെ വിഷമത്തോടുകൂടിയാണ് അവൻ പറഞ്ഞത്. ആ കാര്യമൊന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. എവിടെ അപ്പച്ചനൊന്ന് വിളിച്ചേ? ആ കാര്യത്തിനാണ് ചേട്ടൻ വന്നതെങ്കിൽ ചേട്ടൻ പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ. അതെന്താണ്? അപ്പൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. അതിനെന്താ, അപ്പച്ചൻ വരട്ടെ. അപ്പച്ചനെ കണ്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്റെ അപ്പച്ചനെ പറ്റി ആന്റണി ചേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താ? അയ്യോ, നിങ്ങളിവിടെ ഈ ഒരു കാര്യത്തിന് വന്നെന്ന് അപ്പച്ചനോട് പറഞ്ഞ അത് ശരിയാവൂല. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എന്റെ ചേട്ടാ, ചേട്ടൻ ഇവിടുന്ന് വേഗം പോവും, അല്ലെങ്കിൽ അത് വലിയ കുഴപ്പാവും. ലിൻഡ ധൈര്യമായിട്ടിരിക്ക്. അപ്പച്ചൻ ഇങ്ങോട്ട് വരട്ടെ. ഈശ്വര, അപ്പച്ചനല്ലേ വരുന്നത്? അല്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് കാണല്ലേ. അല്ല, മോൾക്കറിയില്ലേ മോളുടെ അപ്പൻ ആരാണെന്ന്? എനിക്ക് പിന്നെ എന്റെ അപ്പൻ അറിയില്ലേ? എന്റെ ദൈവമേ, ഇവിടെ ഇനി എന്തൊക്കെ നടക്കുവോ? ഓ, ഇങ്ങനെ പേടിച്ചാലോ. അപ്പച്ചൻ വരട്ടെ. ആന്റണി ചേട്ടന്റെ കാര്യം പറയണ്ട, വഴി ചോദിച്ച് കേറിയതാണെന്ന് പറഞ്ഞാ മതി. എന്തിന്? ഇന്നത്തെ കൊണ്ട് ആന്റണിയുടെ മോഡേൺ ടെൻഷൻ ഞാൻ മാറ്റും. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ശാന്തിയും സമാധാനവും വരുത്തും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തിവെക്കരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 20-ാം വാക്യം. ആരാ അത്? ഈ ഞാൻ പറയാം. നമസ്കാരം. നമസ്കാരം. വാ ഇരിക്ക്. ഇരിക്ക്. ഞാൻ ജോർജി. അത് പിന്നെ ചേട്ടാ, ചട്ടിയും കലമൊക്കെ ആകുമ്പോഴേ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും. അതൊക്കെ നമുക്കൊരു അനുനയത്തിലേ സമാധാനമായിട്ട് ഹാൻഡിൽ ചെയ്ത് തീരാവുന്ന പ്രശ്നമുള്ളന്നേ. അല്ല, ഇയാള് പറയണത് എന്താന്ന്
എനിക്കങ്ങോട്ട് മനസ്സിലാവണില്ല. നിങ്ങളാരാ? ഞാൻ പറഞ്ഞല്ലോ, ജോർജി. ഓ, മരുമകൻ ആന്റണിയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഇവര് തമ്മിലുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞു തീർത്ത് രമ്യതയിൽ എത്തിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഓഹോ. ആ, അപ്പൊ കോംപ്രമൈസ് സംസാരിക്കാൻ വന്ന കൂട്ടുകാരനല്ലേ? അതെ. കൂട്ടുകാരനൊന്ന് അകത്തേക്ക് വന്നേ. ആ, അപ്പച്ച അപ്പച്ച അത് മോള് ഇവിടെ തന്നെ നിന്നാ മതി. ആ, ഉം, ഉം. കോംപ്രമൈസിന് വന്നേക്കണോ? എന്റെ മോളെ തല്ലിപ്പിച്ച- നിന്നെ ഞാൻ ചവിട്ടി അപ്പച്ച ഒന്നും ചെയ്യില്ല നിന്റെ അടുത്തൊക്കെ നിന്നെ തല്ലി കൊണ്ടുവിടാൻ നീ. ചവിട്ടി കൂട്ടി ഞാൻ. ചേട്ടാ ഒന്ന് വേഗം വാ ചേട്ടാ. കൊണ്ടുവിടാൻ നീ. കൂട്ടുകാരൻ വന്നേക്കണു. അപ്പച്ച അപ്പച്ച വാതിൽ തുറക്കപ്പച്ച. അയ്യോ കടക്കണോ പുറത്ത്? അപ്പച്ച അയാളൊന്നും ചെയ്യില്ല അപ്പച്ച. അപ്പച്ച അപ്പച്ച വേണ്ട അപ്പച്ച. എടാ ക്ലോസ് ഫ്രണ്ടേ, നിന്നെ ഞാൻ ക്ലോസ് ആക്കും. അപ്പച്ച ചെയ്യില്ല അപ്പച്ച. അപ്പച്ച ഇത്രയും വലിയ ഹിഗ്രാമുട്ടി പ്രശ്നം എനിക്കറിയാൻ പാടില്ല. മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇനി വേണം. അപ്പച്ച വേണ്ട അപ്പച്ച. ആഹാ. എന്റെ പൊന്നു ചേട്ടാ, തമാശക്ക് പോലും ഇങ്ങനെയൊന്നും ആരും ചെയ്യരുതിട്ടാ. അയ്യോ ഇത് ചേട്ടനെ കടിച്ചില്ലല്ലേ? അയ്യോ, അയ്യോ അപ്പച്ച ചേട്ടാ. എന്തൊരു അമ്മേ, ഓ, അയ്യോ ചേട്ടാ ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ. ചേട്ടാ ഇത് എന്ത് പറ്റി? ചേട്ടാ ഒന്ന് കണ്ണുറക്ക്. എന്താ മോളെ? അപ്പച്ച ഇത് ചേട്ടനാ. അത് മനസ്സിലായി. ഇവനെന്ത് പറ്റി? ഇവനെന്താ ഇവിടെ നിന്ന് കിടക്കണത്? അതപ്പച്ചൻ അയാളെ തല്ലുന്നത് കണ്ട് പേടിച്ചോടിയതാ. അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന്. ഇവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നോ? എനിക്ക് അറിയില്ല അപ്പച്ച. ചേട്ടാ ഒന്ന് എഴുന്നേക്ക്. ഞാനേ ആ പോളിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം മേടിക്കട്ടെ. ആ, ചേട്ടാ കണ്ണുറക്കേട്ടാ. എന്ത് പറ്റി? ഓ, എന്റെ പൊന്നു അമ്മേ. ഓ, നിന്റെ ഫ്രണ്ടേ ആ വഴി കിടപ്പുണ്ട്. ക്ലോസ് ഫ്രണ്ട്. അവനെന്ത് പറ്റിയാവോ? ഓ, ഓ, തല പിഴുത്തിട്ട് പാടില്ല. എന്റെ ദൈവമേ. പോളെ പോളെ, ഞാനാ ലാസർ. ദാ വരുന്നു. പോളെ. ആ ഈ എന്താ ലാസറേ? ഒരു കപ്പിലേ കുറച്ച് വെള്ളം വേണം, അത്യാവശ്യ. ദാ, എന്ത് പറ്റി ലാസറേ? അതെ, മരുമോനെന്ന് റോട്ടിൽ തലയിറങ്ങി വീണായിരുന്നു. ആ. ആ വളവില്. അതിന് വേണ്ടിട്ടാ. ആ. അമ്മേ, ഓ, വഴിയിൽ നിന്ന് മാറി നിൽക്കണം. ഇതെന്ത് പാട്. ചേട്ടാ കണ്ണുറക്ക്. എഴുന്നേക്ക് ചേട്ടാ. മോളെ നീ ഒന്ന് മാറിയുന്നേ. ഇവനെന്തല്ല. ഏടാ എഴുന്നേറ്റടാ. എടാ എടാ ആന്റണി, എനിക്കടാ. എഴുന്നേക്ക്. എടാ ആന്റണി. കണ്ണുറക്ക് ചേട്ടാ. ചേട്ടാ നോക്ക്. അയ്യോ, അയ്യോ ആഹാ, നിർത്തണം നിന്റെ അഭിനയം. മര്യാദയ്ക്ക് എഴുന്നേറ്റോ, അല്ലെങ്കിലേ പൊക്കിയെടുത്ത് ഞാൻ പുഴയിലേക്ക് ഇടും. തല്ല് കിട്ടണ്ടെങ്കിലേ എനിക്ക് പോകാൻ നോക്കണ. എനിക്കിട്ട് നല്ല ഇടിയാണ്ട് കിട്ടിയത്. ഓ, എന്റെ പൊന്നു, അത് ഓർത്തിട്ടേ. ആ, എനിക്ക് ഒന്ന് പിടിക്കും മോളെ. വാ, എഴുന്നേക്ക്. നടക്കും. പതുക്കെ.
എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഓ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാ. ഓ മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.